ഒരിക്കലുമില്ല ഇല്ല. ജനങ്ങളെ അഭിപ്രായം വന്നിട്ടുണ്ട്. ആറ്റിങ്ങൽ DSP, നെടുങ്കണ്ട DSPയുടെയും അണ്ടറിലാണ് ഈ രണ്ട് കൊലപാതകം നടക്കുന്നത്. ഗ്യാസ് ലീക്കായിരുന്നു. ഗ്യാസ് തോന്നി മനഃപൂർവ്വം തുറന്നിട്ട രീതിയിലായിരുന്നു. നല്ല ഭയങ്കര സ്മെല്ലായിരുന്നു. സെക്കൻഡ് ഫ്ലോറിൽ വന്നപ്പോഴത്തേക്ക് വേറൊരു പെൺകുട്ടി കേരളത്തെ ഞെട്ടിച്ച് തിരുവനന്തപുരത്തെ കൂട്ടക്കൊലയിൽ പ്രതിയുടെ മൊഴിയിൽ അടിമുടി ദുരൂഹത. മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നും പ്രതിയെ ചോദ്യം ചെയ്യുകയാണെന്നും കൊലപാതകത്തിന്റെ യഥാർത്ഥ കാരണം ഈ ഘട്ടത്തിൽ പറയാനാകില്ലെന്നുമാണ് പോലീസ് പറയുന്നത്. പിതാവിന് 75 ലക്ഷം രൂപയുടെ കടമുണ്ടെന്നാണ് 5 പേരെ കൊലപ്പെടുത്തിയ പ്രതി അഫാന്റെ മൊഴി. കടത്തെ ചൊല്ലി വീട്ടിൽ നിന്ന് തർക്കമുണ്ടായെന്നും അങ്ങനെയെങ്കിൽ ആരും ജീവിക്കണ്ട എന്ന് പറഞ്ഞുവെന്നും അഫാൻ മൊഴി നൽകിയിട്ടുണ്ട്. ചുറ്റിക കൊണ്ടടിച്ചാണ് പ്രതി കൊല നടത്തിയെന്നാണ് മൊഴി. വിദേശത്ത് സ്പെയർ പാർട്സ് കടയുള്ള പിതാവിന്റെ ബിസിനസ് തകർന്നതാണ് കടബാധ്യതയ്ക്ക് കാരണമെന്നുമാണ് പ്രതിയുടെ മൊഴി. കടബാധ്യതയ്ക്കിടെ സുഹൃത്തിനെ വീട്ടിൽ വിളിച്ചു കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് വീട്ടിൽ തർക്കമുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് ബന്ധുവീട്ടുകളിലേക്കും പോയെന്നും അവിടെ നിന്നും തർക്കമുണ്ടായെന്നും സഹായം ചോദിച്ചിട്ട് ആരും കൂടെ നിന്നില്ലെന്നും പ്രതി മൊഴി നൽകി. പ്രതിയുടെ മാതാവുമായാണ് ആദ്യം തർക്കമുണ്ടായത്. മാതാവിന്റെ കഴുത്ത് ഞെരിക്കുകയായിരുന്നു പിന്നീട്. അതിനുശേഷം മരിക്കാൻ തീരുമാനിച്ചു. എന്നാൽ സഹായം ചോദിച്ച് ബന്ധുക്കളെ സമീപിച്ചപ്പോൾ ആരും കടം തന്നില്ലെന്നും പ്രതി മൊഴി നൽകി. ഇതിനു പിന്നാലെയാണ് കൂട്ടക്കൊല നടത്തിയത്. അതേസമയം പ്രതിയുടെ സുഹൃത്തിനെ വൈകിട്ടോടെയാണ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. വൈകിട്ട് 3:30 വെഞ്ഞാറമൂട്ടിലെ വീട്ടിൽ നിന്ന് പെൺകുട്ടി ഫർസാന പോയതെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം വരെ പറഞ്ഞു. കുറച്ചുകളായിട്ട് നിങ്ങൾ എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു? വരാനൊക്കെ ഉള്ള ആൾക്കാരാണ്. എപ്പോഴാണ് നിങ്ങൾ അറിഞ്ഞത്? അറിയുന്നത് കഴിഞ്ഞ ദിവസമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു? DSP വന്നിട്ടുണ്ട്. ആറ്റിങ്ങൽ DSP, നെടുങ്കണ്ട DSPയുടെയും അണ്ടറിലാണ് ഈ രണ്ട് കൊലപാതകം നടക്കുന്നത്. അപ്പോൾ അവർ വന്നിട്ടുണ്ടെന്ന് നേരത്തെ പറയുന്നത് കേട്ടു. ഒരു മെമ്പർ ഒരു 10 കൊല്ലമായി വീട് വെച്ചിട്ട് 10 കൊല്ലം അവളെ വീട് വെച്ചിട്ട് എന്നിട്ട് വേറെ നമുക്കൊന്നും ഒരു ശല്യമായിട്ടോ നമുക്ക് ഇവർക്ക് ബാധ്യത എന്തെങ്കിലും അങ്ങനെ വ്യക്തമായിട്ട് അറിവില്ല. ഈ പയ്യൻ പറയുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ട്രാജഡി ചെയ്യുമെന്ന് പോലും തോന്നിയിട്ടില്ല. നമ്മൾ വൈകിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരെ ഓൾറെഡി പോലീസ് ഇപ്പോൾ ഉണ്ടായിരുന്നു. പിന്നെ അവരെ റിലേറ്റീവ് ഒരാൾ കൂടെ ഇവിടെ ഉണ്ടായിരുന്നു. എനിക്ക് ആളിനെ നേരത്തെ അറിയാം. പിന്നെ കോൺടാക്ട്സ് ഇല്ല. ഞാൻ ക്യാമറ താമസിക്കാം. അല്ലെങ്കിൽ നേരത്തെ അറിയാം. ഫ്രണ്ട് ഡോറ് പൊട്ടിക്കാൻ നോക്കിയിട്ട് കുറച്ച് പ്രയാസമായിരുന്നു. പിന്നെ ബാക്ക് ഡോറ് പൊട്ടിച്ചു. ബാക്ക് ഡോർ പൊട്ടിക്കുമ്പോൾ ഓൾറെഡി ഗ്യാസ് നല്ല ലീക്കായിരുന്നു. ഗ്യാസ് തുറന്നിട്ടേക്കും പോലെ തോന്നി. തുറന്നിട്ട രീതിയിലായിരുന്നു. നല്ല ഭയങ്കര സ്മെല്ലായിരുന്നു. അപ്പം എന്നാ നമ്മളെല്ലാം പുറത്തേക്ക് ഇറങ്ങി. പിന്നെ പോലീസുകാരെ പെട്ടെന്ന് ഗ്യാസ് എല്ലാം റിമൂവ് ചെയ്ത് കുറ്റികളെല്ലാവരും പുറത്തേക്ക് പോയി. പിന്നെ ഹാളിൽ ചെന്ന് വന്നിട്ട് ഒരാൾ ഹാളിൽ കിടപ്പുണ്ടായിരുന്നു. പിന്നെ കിടന്ന ബ്ലഡിൽ കുളിച്ചിട്ടാണ് കിടന്നത്. പിന്നെ അതേ അവർ ഈ ബ്ലഡിൽ കിടന്ന ആളുടെ അടുത്ത് തന്നെ ഒരു റൂം ഓൾറെഡി ലോക്കായിരുന്നു. അപ്പോൾ ഡൗട്ട് ചെയ്തിട്ട് പോലീസുകാർ പെട്ടെന്ന് ബാക്ക് സൈഡിൽ പോയി നമ്മളെ ജനൽ പൊട്ടിച്ച് നോക്കുമ്പോൾ അവർക്ക് ജീവനുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ അകത്ത് വന്ന് ആ ഡോറ് പൊട്ടിക്കാൻ ശ്രമിച്ചു. അത് കുറച്ച് സമയമെടുത്ത്, കാരണം നല്ല ലോക്ക് കുറച്ച് പൊട്ടിക്കാൻ സമയമെടുത്ത്. പക്ഷേ എടുത്ത് പെട്ടെന്ന് തന്നെ അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് ആംബുലൻസ് പെട്ടെന്ന് തന്നെ അവരെല്ലാം കൊണ്ടുപോയി. സെക്കൻഡ് ഫ്ലോറിൽ വന്നപ്പോഴത്തേക്ക് വേറൊരു പെൺകുട്ടി ചെയറിലിങ്ങനെ മരിച്ചിരിക്കുന്ന പോലെയാണ്. അവരെല്ലാവരെയും പെട്ടെന്ന് ഉടനെ തന്നെ പോലീസുകാരെല്ലാം വളരെ സ്പീഡായിട്ട് തന്നെ കാര്യങ്ങളെല്ലാം അതിനുള്ള കാര്യങ്ങൾ ഞാനവിടെ ഉണ്ടായിരുന്നു. പിതാവിന്റെ മാതാവിനോടും സഹായം ചോദിച്ചിരുന്നു. എന്നാൽ അവരും പണം കൊടുക്കാൻ തയ്യാറായില്ല. അതിനാൽ അവരെയും കൊല്ലാൻ തീരുമാനിച്ചിരുന്നുവെന്നുമാണ് ഇപ്പോൾ പ്രതി മൊഴി നൽകിയിരിക്കുന്നത്. നാട്ടിലടക്കം പലരിൽ നിന്നായി വൻ തുക കടം വാങ്ങിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പ്രതി മൊഴി നൽകിയിരിക്കുന്നത്. കടബാധ്യത കാരണം ജീവിക്കാൻ കഴിയില്ലെന്ന് തോന്നിയപ്പോഴാണ് എല്ലാവരെയും കൊന്ന് ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതെന്നും പ്രതി മൊഴി നൽകി. താൻ മരിച്ചാൽ കാമുകി തനിച്ചാവും എന്ന് കരുതിയാണ് കാമുകിയെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി വെട്ടിക്കൊലപ്പെടുത്തിയെന്നും പ്രതി മൊഴി നൽകി. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്.